ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിങ് ഇൻപുട്ട് വേരിയൻസ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നുള്ള 2 വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാംസിൽ പൊതുവേ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. സോ ഇത് കണ്ടിരിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ 2 വീഡിയോസും ഉറപ്പായിട്ടും കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ ഒരു സെഷൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ബൈ ABC കമ്പനി. സോ ABC കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് B10 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കമ്പനി മാനുഫാക്ചേർഡ് 5000 യൂണിറ്റ്സ് ഓഫ് B10 ഫോർ ജോബ് T1. സോ ഒരു T1 എന്ന് പറയുന്ന ജോബിന് വേണ്ടിയിട്ട് ഈ B10 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 5000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി താഴെ കുറച്ച് റിലവൻറ്റ് ഡാറ്റാസ് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. Unfavorable total direct material variance, favorable direct materials price variance, unfavorable direct labor rate variance, favorable direct labor efficiency variance. ഇത്ര ഡാറ്റാസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് നോക്കാം. How many pieces of direct materials were used for job T1? ജോബ് T1ന് വേണ്ടിയിട്ട് എത്ര പീസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എന്താ തന്നിരിക്കുന്നത്? അൺഫേവറബിൾ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്. അപ്പം നമുക്കറിയാം ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടി ചേർന്നതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ് കിട്ടുക. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസും ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ് കിട്ടുക. ക്വസ്റ്റ്യനിലെ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 27,500 അൺഫേവറബിൾ. ഓക്കെ, ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും തന്നിട്ടുണ്ട്. എത്രയാണ്? 32,500 ഫേവറബിൾ അല്ലേ? 32,500 ഫേവറബിൾ. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 32,500 ഫേവറബിൾ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 27,500 അൺഫേവറബിൾ. അൺഫേവറബിൾ മൈനസ് ഫിഗർ കൊടുക്കുക. എൻ്റെ ഇക്വേഷൻ അങ്ങനെയാണ്. ആൻഡ് ഫേവറബിളിന് പോസിറ്റീവ് ഫിഗർ കൊടുക്കാം. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം. ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, 0 നടുവിൽ 0. ഈ 32,500 പോസിറ്റീവും ഇവിടെ -27,500. സോ ഈ 32,500 പോസിറ്റീവിനെ -27,500 ആക്കണേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ എത്ര മൈനസ് ചെയ്താലാണ് നമുക്ക് -27,500 കിട്ടുക? നമുക്കറിയാം 0 വരെ പോകണമെങ്കിൽ 32,500 മൈനസ് ചെയ്താൽ മതി. അതിൽ നിന്ന് ബാക്കോട്ട് -27,500 മൈനസ് എത്തണമെങ്കിൽ ഒരു -27,500 കൂടി ചെയ്യണം ഈ 32,500 കൂടെ. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? 32,500 പ്ലസ് 27,500. അതായത് ഈ 32,500 നിന്നും 60,000 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് -22,500 കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് 32,500 0 വരെ എത്തണമെങ്കിൽ നമുക്കറിയാം ഒരു 32,500 കുറച്ചാൽ 0 വരെ എത്തും. അതിൽ നിന്നും ഒരു 27,500 കുറച്ചാലേ 27,500 മൈനസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയും കണ്ടുപിടിക്കാം, എക്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മളുടെ ലോജിക്കിൻ്റെ കാര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് -60,000 കിട്ടി അല്ലേ? -60,000 കിട്ടി. ഓക്കെ, ഇനി അതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് 60,000 കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക? നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻടു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻടു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്രയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നത്? ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര പീസാണ് വേണ്ടത്? 10 പീസാണ് വേണ്ടത്. അങ്ങനെ എത്ര യൂണിറ്റ്സാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 5,000 യൂണിറ്റ്സ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? സോ 10 × 5,000 എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയ എത്രയാണ്? 50,000 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെ ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് 10 പീസാണ് ആവശ്യം.
അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് 5000 പീസസ് ആണ്. 10 into 5000 അതായത് 50,000 പീസാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻടു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? ഒരു പീസിന് $4 ആണ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു പീസിന് $4. സോ 4 is equal to എത്രയാണ് നമുക്ക് കിട്ടിയത്? -60,000 അല്ലേ? -60,000. നമുക്കറിയാം 4 into 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 200,000. 200,000 minus 4 AQ is equal to -60,000. ഇനി നമുക്ക് അറിയാം ഈ ഒരു 200,000 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. -60 minus 200,000 is equal to -260,000. 4 AQ is equal to -260,000. എങ്ങനെയാണ് 260,000 മൈനസ് വന്നത്? നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് 200,000 ആണ്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -200,000 ആവും. സോ -60,000 -200,000 ദാറ്റ് ഈസ് -260,000. ഇനി നമുക്കിവിടെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും വേണ്ട, നമുക്കിവിടെ പീസിൻ്റെ എണ്ണാണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് പ്രശ്നമല്ല. AQ is equal to ഇവിടെ ഇത് രണ്ടും പോസിറ്റീവോ നെഗറ്റീവോ ആയാലും നമുക്ക് പ്രശ്നമല്ല. AQ is equal to 260,000 divided by 4. 260,000 divided by 4 that is 65,000. 65,000 ആണ് നമുക്ക് AQ കിട്ടുന്നത്, ആക്ച്വൽ ക്വാണ്ടിറ്റി. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50,000 പീസസ് ആണെങ്കിൽ ആക്ച്വലി നമുക്ക് എത്രയാണ് ആയിട്ടുള്ളത്? 65,000 ആണ്. 65,000 പീസസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിനെ ഒരു അൺഫേവറബിൾ കിട്ടുന്നത്, നെഗറ്റീവ് കിട്ടുന്നത്, അൺഫേവറബിൾ കിട്ടുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കമ്പനി മാനുഫാക്ചർഡ് വൺ പ്രൊഡക്റ്റ് ആൻഡ് ഹാസ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സിസ്റ്റം. ഇൻ ഏപ്രിൽ ദ കമ്പനി ഹാഡ് ദ ഫോളോയിങ് എക്സ്പീരിയൻസ്. അപ്പോൾ നോക്കുക, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബറിൻ്റെയും ഡാറ്റാസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് നോക്കാം. ദ ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് ഫോർ ഏപ്രിൽ ഇയേഴ്സ്. സോ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചില വീഡിയോയിലും ടെക്സ്റ്റിലൊക്കെ ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നൊക്കെ ഇടാറുണ്ട്. അത് നമ്മൾക്ക് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിൽ നമ്മൾ ഇത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടാക്കുന്നതിന് പകരം അതിൻ്റെ ലോജിക്ക്, ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ലോജിക്ക് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. എനിക്ക് അൺഫേവറബിൾ വേരിയൻസിനെ ഒരു മൈനസ് ഫിഗറിൽ ഡിനോട്ട് ചെയ്യാനാണ് താല്പര്യം. എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത്. പല ടെക്സ്റ്റിലും മൈനസ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേവറബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ മെത്തേഡിലാണ് പഠിച്ചെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. ഇതിലാണ് പഠിക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവിടെ എത്രയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്? ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് എത്രയാണ്? 24 ആണല്ലേ? 24. ഓക്കെ, മൈനസ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ആക്ച്വൽ ഡോളേഴ്സ് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 28 ആണ്. 28 ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്താണ് എടുക്കേണ്ടത്? ഇൻപുട്ടാണ് എടുക്കേണ്ടത്. എത്രയാണ്? 190,000. 190,000 എത്രയാണ് കിട്ടുക? ഇവിടെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 24 ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ആണ്. ബട്ട് ആക്ച്വലി നമുക്ക് എത്രയാണ് മെറ്റീരിയലിൻ്റെ മേലെ ആയത്? 28 ആയിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ ആക്ച്വലി നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതൊരു അൺഫേവറബിൾ ആണെന്ന് ഇപ്പം തന്നെ മനസ്സിലായി അല്ലേ? എത്രയാണ് അൺഫേവറബിൾ? അത് ഇവിടെ -4 കിട്ടും അല്ലേ? -4 കിട്ടും ഇൻടു 190,000. -4 into 190,000 that is 760,000. 760,000 unfavorable. 760,000 unfavorable ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അൺഫേവറബിൾ ആയത്? നമ്മൾ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് 24 ആണെങ്കിൽ ആക്ച്വലി അവിടെ നമുക്ക് ആയത് $28 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫേവറബിൾ ആണ്. എത്ര അൺഫേവറബിൾ ആണ്? 76,000 അൺഫേവറബിൾ. ഇത് കുറച്ചും കൂടി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഐറ്റംസ്. ഇങ്ങനെ തരാത്ത ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് ശീലിക്കണം. ടഫിലൊന്ന് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഈസി കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകും. എല്ലാ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും എല്ലാവരും ചെയ്ത് പഠിക്കുക. സോ ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.